അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജെമിനി, അതുപോലെ ചാറ്റ് ജി പി ടി, ക്ലൗഡി, ഡീപ്സി, ഗ്രോക്ക്, പിന്നെ പെർപ്ലെക്സിറ്റി ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇത് നമുക്ക് എന്താണ് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു എ ഐ ടൂളാണ്. ഇപ്പോൾ എ ഐ പ്രൊമോട്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എ ഐ പ്രൊമോട്ട് അങ്ങനെ എ ഐ ആപ്ലിക്കേഷൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. സംഭവം ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതിനിത്ര ഇതാക്കിയിട്ട് പറയുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു എ ഐ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. എ ഐ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പറയണ ഭാഷ അല്ലെങ്കിൽ ഇതിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മളൊരാളുടെ അടുത്ത് ഇപ്പോൾ പല ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, തമിഴിലാണെങ്കിൽ തമിഴിൽ. അപ്പോൾ അയാൾക്കത് മനസ്സിലാവുകയും വേണം. അതേപോലെ അയാൾക്ക് ആ ഭാഷ മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ച് നമ്മളോട് പറയാനുള്ള ഇതും വേണം. അതായത് ചിലർ ആംഗ്യ ഭാഷയിലും സംസാരിക്കുന്നുണ്ട്, എല്ലാ ഭാഷയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എ ഐ പ്രൊമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോഴത്തെ ഇതിങ്ങനെ പറയണമെന്നുള്ളൂ. സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എ ഐക്ക് മനസ്സിലാവും വേണം. അതേപോലെ എ ഐ നമുക്ക് റിപ്ലൈ തരും വേണം. ഇതാണ് എ ഐ പ്രൊമോട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ടൂൾസ് കാണിച്ചു തരാം. എങ്ങനെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഡെയിലി ലൈഫ്, നമുക്ക് ഡെയിലി ടാസ്കുകൾ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് എങ്ങനെ നമുക്ക് അതിൽ കൊണ്ടുവരാമെന്നുള്ളത് കാണിച്ചു. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫെമിലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി. ഓക്കെ, ചാറ്റ് ജി പി ടി നമുക്ക് അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, വാട്ട് ഐ ക്യാൻ ഹെൽപ്പ് ക്രിയേറ്റ് ഇമേജസ്, സമ്മറൈസ്, ടെസ്റ്റ്, സർപ്രൈസ് മീ, മേക്ക് എ പ്ലാൻ, മോർ. ഇതാണ് ഓട്ടോ, അതായത് ചാറ്റ് ജി പി ടിയുടെ ഡെവലപ്പേഴ്സ് ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടാബ്സ്. അപ്പോൾ സാധാരണ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ക്രിയേറ്റ് ഇമേജ്, അപ്പോൾ ക്രിയേറ്റ് ഇമേജിനൊക്കെ സമ്മറൈസ് ടെസ്റ്റ് ആണെങ്കിൽ അതിനൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊമോട്ട് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് കണ്ടന്റ് റൈറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ വ്ളോഗാണ് എഴുതുക. അപ്പോൾ കാർ വ്ളോഗിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി എഴുതുക. അപ്പോൾ കാർ വ്ളോഗ്, അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊമോട്ടായിട്ട് അപ്പോൾ കാർ വ്ളോഗ് നമ്മൾ വീഡിയോ ആക്കി നമുക്ക് അതിന് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണം, അല്ലെങ്കിൽ അതിനുള്ള ഹാഷ്ടാഗ്സ് വേണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് വേണം, എന്താ പറയുക, എക്സെട്ര. ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈറ്റിൽ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമ്മളൊരു കാർ വ്ളോഗ് ചാനലിൻ്റെ ഇതാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ഒരു കാർ വ്ളോഗിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എഴുതുക എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എനിക്ക് യൂട്യൂബ് ടൈറ്റിൽ വേണം. യൂട്യൂബ് ടൈറ്റിൽ കാർ വ്ളോഗ് ഇപ്പോൾ ചിലപ്പോൾ റണ്ണിങ് ഒരു കാറിൻ്റെ ഡെയിലി ഇതാണ് എഴുതുക. ഡെയിലി നിങ്ങളൊരു റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകണം. അപ്പോൾ യൂട്യൂബ് ടൈറ്റിൽ ആൻഡ് ഗിവ് മി എ ഡിസ്ക്രിപ്ഷൻ വിത്ത് ഹാഷ്ടാഗ്സ്. ഒരു എക്സാമ്പിളാണ്. നമുക്ക് പല വീഡിയോ ആവാം, ചിലപ്പോൾ മറ്റേ മേക്കിംഗ് വീഡിയോ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു കാർ വ്ളോഗ് ഇട്ടുന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് വ്ളോഗ് ആ വ്ളോഗിൻ്റെ ഇത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൽ വിത്ത് ഹാഷ്ടാഗ്സ് മോർ അട്രാക്റ്റീവ്, ബി അട്രാക്റ്റീവ്, അല്ലെങ്കിൽ മോർ, വൈ, ഹൂ, വെൻ, ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ. ഇങ്ങനത്തുള്ള വേർഡ്സിലായിരിക്കും കൂടുതൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഹാഷ്ടാഗ്സ് മോർ, യു ഡിസ്ക്രിപ്ഷൻ വിത്ത് ഹാഷ്ടാഗ്സ് മോർ അട്രാക്റ്റീവ്, പ്രൊഫഷണൽ, ഫോർ എ യൂട്യൂബ് വീഡിയോ വ്ളോഗ് ചാനൽ. ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള 5 ഇതാക്കി സ്കാർ കഴിഞ്ഞാൽ മൈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഹോണസ്റ്റ് റിവ്യൂ ആൻഡ് വ്ളോഗ്, ഡെയിലി ഡ്രൈവിംഗ് സ്കാർ, നിങ്ങൾ 5 സംഭവങ്ങൾ. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് എ കാർ വ്ളോഗ് ടുഡേ ഐ ടേക്ക് ലോങ് റെയിൽവേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കിട്ടും. ഇനിയിപ്പോൾ ഹാഷ്ടാഗ്സ് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്ത്
അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇത് പോരാ, മോർ അട്രാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിട്ടുള്ള സംഭവം അടിച്ചു കഴിഞ്ഞാൽ വരും. ഇപ്പോൾ മോർ അട്രാക്റ്റീവ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പെർഫോമൻസ് കൊടുക്കണം. അങ്ങനെ പല ടൈപ്പിലും നമുക്ക് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സംഭവം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് AI പ്രൊമോട്ട് അല്ലെങ്കിൽ AI പ്രൊമോട്ട് എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിലിപ്പോൾ ഹാഷ്ടാഗ് ഇപ്പോൾ കുറവാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു കേരള ബേസ്ഡ് ആണെങ്കിൽ അതോ അതിന് കേരള ബേസ്ഡ് 100 ഹാഷ്ടാഗ്സ് അപ്പോൾ അങ്ങനെയുള്ള ഹാഷ്ടാഗ്സ് എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഇങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇൻസ്പയർ ആയിട്ട് അതിന് അങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് യൂട്യൂബിൽ ഒരു ജസ്റ്റ് ഉള്ള സെർച്ച് വർക്സ് ഗൈസ്, ഇത് നമ്മുടെ കഴിഞ്ഞ അമ്മ മീറ്റിങ്ങിന് ആർട്ടിസ്റ്റുകൾ വന്ന വണ്ടികളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സാനിയ അയ്യപ്പൻ അതുപോലെ തന്നെ അനശ്വര രാജനെല്ലാം വന്നത് ഈ കാണുന്ന കിയ സെൽറ്റോസിലാണ്. പിന്നെ I need like this video blog to my channel. Yes, save this. അപ്പോൾ കണ്ടില്ല, അതേപോലെ ആ വീഡിയോനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാനും പറ്റി. സംഭവം ഇതൊക്കെ കിട്ടി. ഇതാണ് ഈ പ്രൊമോട്ട് എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മളൊരു പണി ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇതിനാണ് AI പ്രൊമോട്ട് അല്ലെങ്കിൽ AI പ്രൊമോട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടുതലും കാര്യങ്ങൾ ഡീറ്റെയിൽസും വേണമെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും അല്ലെങ്കിൽ ദുബായിലോ. ഇന്ത്യയിൽ പിള്ളേർക്ക് മുതൽ മുതിർന്നവർക്ക് വരെ AI കുറിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളും അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പ് നോളജ്, അല്ലെങ്കിൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് മാത്രമല്ല പല ടൂൾസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻസ് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് വീഡിയോ കാരണം ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഷോർട്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങളെ സപ്പോർട്ടും ഇതും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്.